കൂടാരം ആശയറ്റോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയോട് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുക്കലേക്ക് നമ്മളും ചെല്ലുകയാണെങ്കിൽ, കടന്നു ചെല്ലുകയാണെങ്കിൽ, വിശ്വാസത്തോടെ സ്നേഹത്തോടെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിലും ഈശോ പറയുകയാണ്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. നമ്മുടെയും അശുദ്ധിയുടേതായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ തകർച്ചകളുടെ, പാപത്തിൻ്റെ, ബന്ധനങ്ങളുടെയൊക്കെ മേഖലകളുണ്ട്. ഈ അശുദ്ധിയുടെ മേഖലകളൊക്കെ ശുദ്ധീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനം വായിക്കുക, വചനം കേൾക്കുവാൻ തയ്യാറാകുക. ഈ വചനം നിന്നെ സുഖപ്പെടുത്തും. ഈ വചനം നിനക്ക് ആശ്വാസം നൽകും. ഈ വചനം നിന്നെ നന്മയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ നിന്നെ തൊടും. നിന്റെ ജീവിതം വിശുദ്ധമാക്കപ്പെടും, ശുദ്ധിയുള്ളതായിട്ട് മാറും. ഓരോ ദിവസവും വചനമെടുത്ത് വായിക്കുമ്പോൾ ഈശോയുടെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിത മേഖലകളെ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ശുദ്ധി കൊണ്ടുവരും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ലോ. നമ്മുടെയും ആത്മീയ മേഖലകളിൽ വിശുദ്ധി കൊണ്ടുവരുവാൻ, ശുദ്ധമാക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മാറുവാൻ വചനം വായിക്കാം, വചനം കേൾക്കാം, വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Divine, divine, divine blessing. Divine, divine, divine. പുരുഷന്മാർക്ക് ഈ കണക്ഷൻ കുറവായതുകൊണ്ട് ഒരു പുരുഷൻ ഒരു പ്രശ്നത്തെ സമീപിക്കുന്നതും ഒരു സ്ത്രീ ഒരു പ്രശ്നത്തെ സമീപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ. വീട്ടിൽ കുറച്ച് പ്രോബ്ലം എല്ലാം ഉണ്ട്. അങ്ങനെ വന്നാൽ ഒരു പുരുഷന് ആ വീട്ടിലെ കാര്യങ്ങൾ പയ്യെ അങ്ങോട്ട് മറന്നിട്ട് അവന് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഈ കണക്ഷൻ കുറവായതുകൊണ്ട് ഒരു ഏരിയ മറന്നിട്ട് മറ്റേരിയയിൽ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ പല പുരുഷന്മാരും ചെയ്യുന്നത്, ഒന്നിൽ ജോലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ക്ലബ്ബുകളിൽ പോയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ സമയത്തേക്ക് വീട്ടിലെ കാര്യം മറക്കാൻ സാധിക്കും അവർക്ക്.
ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. എന്നാൽ ഈ മെത്തേഡ് സ്ത്രീകൾക്ക് സാധ്യമല്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നുകൊണ്ട് കാര്യമില്ല. കാരണം അവരുടെ തലയുടെ ഇടതും വലുതും തമ്മിലുള്ള കണക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് അവരുടെ ടെൻഷനെ ഒഴിവാക്കിയെടുക്കുക? അവർക്ക് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അവരെ മനസ്സിലാക്കുന്ന വ്യക്തികളോട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്താണ് ഒരു സ്ത്രീ തൻ്റെ മാനസിക ആരോഗ്യം നിലനിർത്തുക. ബയോളജിക്കലായിട്ട് ദൈവം ആ സിസ്റ്റം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് 11:6 പറഞ്ഞേ. വെളിപാട് 11:6 പ്രവചനകാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പ്രവചനകാലത്ത് വചനപ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഈ വചനം 3 പ്രാവശ്യം ചൊല്ലിയാൽ മഴ പോകും, കൊടുങ്കാറ്റ് പോകും, പെരുമഴ പോകും. ഇത് സാധാരണ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം വചനത്തിന് അനന്തശക്തി ഉണ്ടെന്നുള്ളതാണ്. ദൈവവചനത്തിന് അനന്തശക്തി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14 അതാരാ? അത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആരാത്? ഈശോ. വചനം ദൈവമായിരുന്നു, വചനം മാംസമായി ധരിച്ചു, ഈശോ. യോഹന്നാന്റെ 1:3 പറയാണ്, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെല്ലാം അവൻ വഴിയുണ്ടായി. ആരാണ് ഈ അവൻ? യേശുവാണ്. എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ പോളണ്ടിൽ ഒരു 1.5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് എനിക്ക് നാട്ടിലേക്ക് അടിയന്തരമായിട്ട് തന്നെ അർജൻറ്റായിട്ട് തന്നെ വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് യൂറോപ്പിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റിലിരുന്നിട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു, കർത്താവേ, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ബാഡ് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണല്ലോ ഞാൻ പോളണ്ടിലേക്ക് പോയത്, ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ ദൈവം എനിക്ക് തന്ന ഒരു വെളിപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന് നമ്മളെ പറ്റിയൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ വന്ന് ഒരു ധ്യാനം കൂടുകയും ആ ധ്യാനം വഴി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ കൂടുതൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് ധ്യാനത്തിലുള്ള ഓരോ ക്ലാസ്സും എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. എൻ്റെ വിശ്വാസത്തെ തീക്ഷ്ണമായി ജ്വലിപ്പിക്കാൻ ഇവിടുത്തെ ഓരോ ക്ലാസ്സും സാധിച്ചിട്ടുണ്ട്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അസാധ്യമെന്ന് വിചാരിക്കുന്നത് സാധ്യം. തീച്ചൂളൽ ഇട്ട് കഴിഞ്ഞാൽ തീച്ചൂളയുടെ നടുക്ക് ആരെങ്കിലും AC ഫിറ്റ് ചെയ്ത് കൊടുക്കുമോ? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ജലകണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെ ആയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ തീച്ചൂളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് AC ഫിറ്റ് ചെയ്ത് എയർ കണ്ടീഷൻ കൊടുത്തുന്നു. ഇതാ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വ്യക്തികളെ എങ്ങനെയെല്ലാം സഹനങ്ങളും നഷ്ടങ്ങളും കുറ്റപ്പെടുത്തലും താഴ്ത്തിക്കെട്ടലും ഒറ്റപ്പെടുത്തലും എന്തെല്ലാം തന്നാലും ആ തരുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ്
നമുക്ക് എല്ലാവിധ സംരക്ഷണവും പരിപാലനയും തരും. ഈ തരുന്നതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനെയാണ് അസാധ്യമായത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് സാധ്യമാക്കി തരും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ പേര് ഡിംപിൾ, ഇതെൻ്റെ ഭർത്താവ് ജിയോൺ. ഞങ്ങൾ തൃശ്ശൂർ അടാട്ടെന്ന സ്ഥലത്താണ് വരുന്നത്. മറ്റൊരാൾ പറഞ്ഞത് വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നല്ല ധ്യാനമാണ്. നമുക്ക് ആത്മീയമായും ഇനി എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ധ്യാനാണ്. വളരെയധികം നമുക്ക് ഉപകാരപ്രദവും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ എന്താ പറയാ, നമ്മളെങ്ങനെ ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്കത് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞു തരുന്നൊരു ധ്യാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന ഇതാണ്. ഒന്നാമതായിട്ട് കരുത്തുള്ളവരായിരിക്കുവിൻ. ഈ തിന്മയുടെ ശക്തിയെ നിനക്ക് ജയിക്കണമെങ്കിൽ നീ കരുത്തുള്ളവനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുത്തുള്ളവരായിരിക്കുവേൻ. രണ്ടാമത് പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. എന്തുകൊണ്ടെന്നാൽ നീ എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നീ യുദ്ധം ചെയ്യുന്നത്. പിന്നെയോ അന്ധകാര ശക്തികൾക്കെതിരായിട്ടാണ് നീ യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് ആത്മീയ ഉണർവോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാത്താൻ അവൻ്റെ കുടിലതന്ത്രങ്ങളുമായിട്ട് ഇന്നു മുതൽ കടന്നു വരും. ഇതുവരെ നിങ്ങൾ നേരിട്ടിരുന്നതിൽ നിന്നും കൂടുതലായി സാത്താൻ്റെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും ഈ ദിവസം മുതൽ നിങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും എന്തൊക്കെയാണോ നിങ്ങൾ, ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, മറ്റു പല കാര്യങ്ങളുമായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കടന്നു പോകുന്ന അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്കറിയാം. എവിടെയൊക്കെയാണ് പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്നത്തെ കുമ്പസാരത്തിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി ആരംഭിക്കുവാൻ ഇപ്പോൾ മുതൽ പിശാച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും നിങ്ങളിൽ പിശാച് ആധിപത്യം ഉറപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സാബു പാപ്പച്ചൻ എന്നാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് സെറ്റിലായിരിക്കുന്നത് കഴിഞ്ഞ 45 വർഷമായിട്ട്. ഞാൻ 1993-94 സമയത്ത് ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2015-16 വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നതാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ ദൈവിക ചിന്തകൾ, പ്രത്യേകിച്ചും ജോർജ് പനക്കലച്ചൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വിജ്ഞാനപ്രദമേറിയതും ബൈബിളിനെ കുറിച്ച് അഗാധമായ രീതിയിൽ പഠിക്കാൻ തക്കവണ്ണമുള്ള വചനങ്ങളും ക്ലാസ്സുകളുമാണ് അച്ഛൻ പ്രത്യേകമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നേക്കുമായി നമ്മൾ മാറ്റിക്കളയണം. അത് നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്. അടുത്ത വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെ കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം.
എൻ്റെ പേര് പ്രിയ. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇവിടെ ധ്യാനത്തിന്. നേരത്തെ എൻ്റെ ഹസ്ബൻഡും മറ്റെല്ലാവരും അമ്മയൊക്കെ ധ്യാനത്തിന് വന്ന് ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കും ആദ്യം വരാനൊക്കെ ഒരുപാട് പേര് നിർബന്ധിച്ചു. അങ്ങനെ ഒരു ബ്രദർ വഴിയാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, കാരണം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ മോളെയും കൊണ്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ഒക്കെ വന്നപ്പോൾ നമുക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ തൊട്ടുണ്ടായ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്ന് പോലും ഒരു താല്പര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ വീണ്ടും ധ്യാനം കൂടാനും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും പങ്കെടുക്കാനും എല്ലാം നല്ലൊരു അനുഭവമാണ് ഉണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ വിടുതൽ ശുശ്രൂഷ, ആന്തരിക സൗഖ്യ ധ്യാനം, അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് തന്നിട്ടുള്ളത്. കാരണം ഒരുപാട് വേദനകൾ മാറി, ഒരുപാട് പേരുടെ സൗഖ്യമൊക്കെ കണ്ട് ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷം ഉണ്ടാക്കി മനസ്സിന്. പിന്നെ ഇനിയും അവസരം കിട്ടുന്നെങ്കിൽ വീണ്ടും വന്ന് ധ്യാനം കൂടാനൊരു അവസരം കിട്ടണമെന്ന് ദൈവത്തോട്, സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുവാന്ന്. ഇനിയൊരു അവസരം കിട്ടുമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും തീർച്ചയായിട്ടും എല്ലാ മാസവും കൂടാൻ പറ്റുവാണെങ്കിൽ വന്ന് കൂടും തീർച്ചയായിട്ടും. പാപത്തിൻ്റെ തിന്മയുടെ ചെളിക്കുഴിലേക്ക് വീണുപോയവർ അതിൽ തന്നെ കിടക്കുവാണോ ചെയ്യുന്നത്? എഴുന്നേൽക്കണ്ടേ എന്നാ ദൈവം ചോദിക്കുക. നിന്റെ ജീവിതം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ജീവിതമാണ്. ആ യാത്രയിൽ നീ പോകേണ്ട ദൈവരാജ്യത്തിലേക്കുള്ള വഴി മാറിപ്പോയാൽ നീ തിരിച്ചു വരേണ്ടതല്ലേ എന്ന് ദൈവം ചോദിക്കുകയാണ്. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കുടുംബസമേതം വന്നിരിക്കുകയാണ് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് ഇതുപോലൊരു താമസമുള്ള ധ്യാനം കൂടിയിട്ട് ധ്യാനം വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നി. പ്രത്യേകിച്ച് കുമ്പസാരം, കൗൺസിലിംഗും ഒക്കെ വളരെ നല്ലൊരു പുത്തൻ അനുഭവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അടുത്ത വർഷം ഇതുപോലെ വന്ന് ധ്യാനിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ടോക്ക് ഒത്തിരി പുതിയ കൺസെപ്റ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു ധ്യാനം. ഇപ്പം മാനസാന്തരം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: എൻ്റെ ആന്തരികതയിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം, എൻ്റെ മനസ്സിൻ്റെ ഒരു ഉറപ്പാണത്, മനസ്സിൻ്റെ ഒരു മാറ്റമാണ്. അപ്പം ഇന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ചില എൻ്റെ ആന്തരികതയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. ആ തീരുമാനം എടുത്തിട്ട് അതെൻ്റെ മനസ്സിലൊരു ഉറപ്പായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ ജോസിൻ. ഞാൻ DST സന്യാസിനി സമൂഹത്തിലെ ഒരംഗമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മധ്യപ്രദേശിൽ ഉജ്ജയിൻ രൂപതയിൽ നർസിംഗഡ് എന്ന സ്ഥലത്താണ്. ഞാൻ ഹോളിഡേയ്സിന് വന്നതാണ്. അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനിടയായത്. ഞാൻ ആദ്യമായിട്ടാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ധ്യാനം ഒരു വലിയ അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ എനിക്ക് ധാരാളം അനുഭവിക്കുവാൻ സാധിച്ചു. ഒരു പ്രത്യേക അനുഭവം, അതായത് ശരീരത്തിനും മനസ്സിനും എനിക്ക് സൗഖ്യമുണ്ടായ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഒത്തിരിയേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഇവിടുത്തെ അന്തരീക്ഷവും ധ്യാനിക്കുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് വലിയ ദൈവാനുഗ്രഹവും ദൈവകൃപയും ഉണ്ടായി. ധ്യാന കേന്ദ്രത്തിന് എല്ലാ ആശംസകളും നേരുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ആബ FCC കോൺവെന്റിൽ നിന്ന് വരുന്നവരാണ്, കുട്ടംകുളം. ഇതെൻ്റെ മിസ്ട്രസ് സിസ്റ്റർ റീബ. ഞങ്ങളെല്ലാവരും സന്യാസ പരിശീലനത്തിൻ്റെ ആദ്യ വർഷത്തിലായിരിക്കുന്നവരാണ്. ഞങ്ങൾ ഈ ഒരാഴ്ച ഡിവൈനിൽ ധ്യാനം കൂടാൻ വന്നവരാണ്. ഇവിടെ വന്നതിന് ശേഷം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും പാട്ടുകളിലൂടെ ആണെങ്കിലും വിശുദ്ധ കുർബാനയാണെങ്കിലും ഇന്നലത്തെ ആന്തരിക സൗഖ്യ ധ്യാനമാണെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാനും ഈശോയെ കുറേയും കൂടെ അനുഭവിക്കാനും ഞങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിൽ സാധിച്ചിട്ടുണ്ട്. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ് രോഗശാന്തി. ഈ രോഗശാന്തി നമ്മിലേക്ക് കടന്നു വരുവാൻ തടസ്സമായ മേഖലകളിൽ നിന്ന് വിടുതലിന് വേണ്ടിയുള്ള ഒരു അഭിഷേക പ്രാർത്ഥനയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. പൗരോഹിത്യത്തിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ബന്ധനമഴിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് ഹാലേലിയ പറഞ്ഞേ, ഹാലേലിയ പറഞ്ഞേ. ഇവരെ സാംസനെ ഫിലിസ്ത്യര് ബന്ധിച്ചിട്ടു, കയറുകളാൽ ബന്ധിച്ചിട്ടു. സാംസനെ അവൻ്റെ അടുക്കലേക്ക് ഫിലിസ്ത്യര് അവനെ നശിപ്പിക്കുവാനായിട്ട് ഓടി വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ സാംസന്റെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവനെ ബന്ധിച്ചിട്ടിരുന്ന ചണനൂല് അത് കരിഞ്ഞ ചണനൂല് പോലെയാക്കി മാറ്റി. അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടിച്ച് കളഞ്ഞ് അവനെ സ്വതന്ത്രനാക്കി എന്നാണ് പറയുന്നത്. ഒന്ന് ഹാലേലിയ പറഞ്ഞേ. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. Divine, divine, divine blessing. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഓർപ്പെടുത്തുന്നത്. 103 സങ്കീർത്തനത്തിൻ്റെ 3 തിരുവചനം, കർത്താവ് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അകൃത്യങ്ങളും കരുണയോടെ ക്ഷമിക്കുന്ന കർത്താവ്, ആ കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. ഈ ക്ഷമിച്ചു കിട്ടിയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ശാരീരികമായ രോഗങ്ങളോ മനസ്സിൻ്റെ നൊമ്പരങ്ങളോ വേദന ഉണ്ടെങ്കിൽ അതെല്ലാം സുഖപ്പെടുന്നവനാണ് കർത്താവ്. ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ അങ്ങനെ പാപം ക്ഷമിച്ച് രോഗം സുഖപ്പെട്ട അനുഭവം, പാപം ക്ഷമിച്ച് രോഗം സുഖപ്പെട്ട അനുഭവത്തിൽ എന്നും ജീവിക്കുക, അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിച്ച കർത്താവ്, ആ കർത്താവ് നമുക്ക് നൽകിയ ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, അതുപോലെ ഇന്നലകളിൽ ഏതെല്ലാം തലങ്ങളിൽ പാപം മൂലം നമ്മുടെ ആത്മാവിൻ്റെ മുറിവുണ്ടായിരുന്നോ ആ ആത്മാവിൻ്റെ മേഖലയുടെ സൗഖ്യം. അപ്പോൾ ഈ സൗഖ്യം കിട്ടി നമുക്ക് ഓരോരുത്തർക്കും അനേകരെ സുഖപ്പെടുത്താൻ വേണ്ടി സൗഖ്യം നൽകുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിത സാക്ഷ്യം അനേകരെ ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ജീവിത സാക്ഷ്യമായി നമ്മുടെ ഇനിയുള്ള നാളുകൾ നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ശുശ്രൂഷ അനേകർക്ക് യേശു നൽകുന്ന ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, പാവമോചനത്തിൻ്റെ അനുഭവം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയുടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന
പ്രേക്ഷിതരായി സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കും. ലഭിച്ചതായ ദൈവാനുഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളായി മാറാം എന്ന തീരുമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ആമേൻ.